ബാഹുബലി സിനിമയിലെ കട്ടപ്പയെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. കട്ടപ്പ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പലർക്കും കട്ടപ്പയുടെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. താടിയൊക്കെ വെച്ച് മൊട്ടത്തലയായിട്ടുള്ള കട്ടപ്പയുടെ ആ രൂപം. പക്ഷേ അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനു മുൻപേ നമുക്ക് വരുന്നത് ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ഒരു രൂപമായിരിക്കും. കാരണം കട്ടപ്പ ആ സിനിമയിലുടനീളം ഒരുപാട് ഹീറോയിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കട്ടപ്പ എന്ന വാക്ക് കേൾക്കുമ്പോൾ പുറകിൽ നിന്ന് കുത്തുന്ന ഒരാളെന്നുള്ള ചിത്രമാണ് നമ്മുടെ കൂടെ വരുന്നത്. പലപ്പോഴും നമ്മുടെ മറ്റു പല സിനിമകളിലും വീഡിയോകളൊക്കെ ഒരുപാട് ഇതുപോലെ സമാനമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂടെയുണ്ടാകും എന്നൊക്കെ 100 പ്രാവശ്യം ഉറപ്പ് പറയുന്ന കൂട്ടുകാരന്മാർ ചിലപ്പോൾ ഒരു പോലീസ് പിടിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ മുങ്ങുന്നു, ഒരാൾ മാത്രം പെടുന്നു. ഇങ്ങനെയുള്ള നിരവധി കൂടെയുണ്ടാകുമെന്ന് കരുതിയിട്ട് കൂടെയില്ലാതെ പോകുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും സിനിമകളിലും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓർമ്മ വന്നത്. ഇതിൽ ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇതിൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. ഈശോ മരണത്തിലേക്ക് ഏറ്റവും അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരോടും പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഈശോയുടെ വലിയ സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. ഈശോ അത് ചുമ്മാ പറയല്ല ചെയ്തേ, 2 കാര്യങ്ങളിലൂടെ അത് കൃത്യമായിട്ട് പൂർത്തീകരിച്ചു കൊടുത്തു. അതിലൊന്നാമത്തേത് പരിശുദ്ധാത്മാവിനെ നൽകിയെന്നാണ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തലക്കെട്ട് തന്നെ. പരിശുദ്ധാത്മാവ് സഹായകനാണെന്നൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഈശോ പറയാണ്, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകും, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ പോയാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 3 ഗുണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സാധാരണ പറയും. ഹെൽപ്പറാണ്, അഡ്വക്കേറ്റാണ്, ആശ്വാസദായകനാണ്. ഹെൽപ്പർ എന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളിലും നന്മ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമ്മുടെ പക്ഷം നിൽക്കുന്ന ഒരാളാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയിൽ ഒന്നാണത്. ഒപ്പം ആശ്വാസദായകനാണ്, നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പം നമ്മോടൊപ്പം എന്നും ആയിരിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് യേശു പറയുന്നത്. രണ്ടാമത്തേത് വിശുദ്ധ കുർബാന സ്ഥാപിക്കലാണ്. നമ്മോടൊപ്പം നിത്യമായിരിക്കാനുള്ള ഈശോയുടെ ആഗ്രഹമാണ് വിശുദ്ധ കുർബാനയുടെ സാധ്യതമാകുന്നത്. ഈശോ ഇന്നും അനുദിന ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈശോ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് വെറുതെ ശിഷ്യന്മാരോട് പറഞ്ഞതല്ല, പക്ഷെ അത് ഈ 2 കാര്യങ്ങളിലൂടെ നിരന്തരം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ ഒരു ആശ്വാസമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ ആശ്രയം കണ്ടെത്തുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയം കണ്ടെത്തി ജീവിക്കുന്നവരെയൊക്കെ നമ്മളും കണ്ടുമുട്ടുന്നുണ്ട്. നമുക്കും അത്തരത്തിലുള്ള ഒരു ആശ്രയബോധം, ഒരു ആശ്വാസമൊക്കെ നമുക്കുണ്ടോ? പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പരാതി പറയുന്നവരാണ്, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറയുന്നവരാണ്, നമ്മൾ അനാഥര എന്ന് പറയുന്നവരാണ്. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നേ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, വിശുദ്ധ കുർബാനയായിട്ട് ഈശോ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ ആരും അനാഥരല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതൊരു വലിയ ആശ്വാസമായിട്ട് മാറട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ഘടകമായിട്ട് ഈശോയുടെ ഈ വാക്കുകൾ മാറട്ടെ എന്നാണ് ആശംസിക്കുക. ഒപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ അനാഥരല്ല എന്ന് ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ, നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ, നമ്മുടെ കൂടെയുള്ളവരെ അനാഥരാക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവരെ അനാഥരാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഒരു ആശ്രയമായിട്ട് കാണുന്നുണ്ട്, നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ടാവും, നമ്മുടേതായ മുൻഗണനകളുണ്ടാവും, നമ്മുടേതായ ചിന്തകളുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ടവരോടൊപ്പം, പ്രത്യേകിച്ച് അവരുടെ സങ്കടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും കുറവുകളിലും ബലഹീനതകളിലും നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് അവരാരും അനാഥരല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ആരെയും അനാഥരാക്കാതിരിക്കാനും, അനാഥരെന്ന് സ്വയം തോന്നുമ്പോൾ ദൈവം കൂടെയുണ്ടെന്നും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെന്നുള്ള അവബോധത്തിലേക്ക് വളർന്നു വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.